ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണത് ബാക്കിൽ ഒരാളോട് കയറി രണ്ടാളിരുന്ന് വണ്ടി ഓടുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഷെയ്ക്ക് പോലെ ജർക്കിങ് പോലത്തെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. പിന്നെ ആക്സിലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ രണ്ട് വർക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. വേറെ ജനറലായിട്ട് സർവീസോ വേറെ ഡീറ്റെയിൽസ് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ചെക്കപ്പോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ആ കംപ്ലൈൻറ്റ് തോന്നിയത് വേറെ ലോഡ് വെച്ച് ഓടുമ്പോൾ വേറെ ഭാഗത്തു നിന്നൊന്നും പ്രശ്നം കാണിക്കുന്നില്ല. നമുക്ക് ആ ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ജർക്കിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. മൊത്തത്തിലൊരു കുടച്ചിൽ പോലെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ സൗണ്ടിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അത്രയാണ് നമുക്ക് ഫീൽ ചെയ്തത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നു. ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. നമ്മളതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ. നമുക്ക് അതിനകത്ത് കംപ്ലൈൻറ്റ് വന്നേക്കുന്നത് ഈ ക്ലച്ച് ഔട്ടറിനകത്ത്, ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ ഭാഗവും ഒരേപോലെ അല്ല പിടിക്കുന്നത്. ചില ഭാഗങ്ങൾ ക്ലച്ച് ഷൂ പിടിക്കാത്തൊരു കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഷിവറിങ് ഓൾറെഡി കാണിക്കും. അപ്പോൾ അതിന് നമ്മൾ ഒന്നുപോലെ ക്ലച്ച് ഔട്ടർ മാറ്റിയിടണം. അതല്ലെങ്കിൽ ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് പോളിഷ് ചെയ്ത് കിട്ടും. ക്ലച്ച് ഔട്ടർ മാറ്റുമ്പോൾ ഏകദേശം 900 രൂപ എടുത്ത് വരും. പോളിഷ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 250 രൂപ എടുത്ത് വരും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറയാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ സൗണ്ട് വ്യത്യാസം കാണിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ വീലുണ്ടല്ലോ, ഈ വീലിന് തേമാനമുണ്ട്, ഈ അലുമിനിയം വീലിന്. കാരണം ഞാൻ ഇവിടെ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത്ര പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലച്ച് ഔട്ടർ പോളിഷ് ചെയ്തിട്ട് ഈ വീല് മാറ്റിയിടാണെങ്കിൽ കൈയോടെ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെൽറ്റ് ഞാൻ അഴിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കേസ് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഇൻഫോം ചെയ്യണമെന്നുള്ളൂ. ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗമൊക്കെ പൊട്ട് വീണിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്നൊരു കണ്ടീഷനിലൊക്കെയാണ് പൊട്ടൽ വന്നേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഇത് ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാറ്റിയിടണമാണ് ഏറ്റവും സേഫ്. ഇത് ഈ ഭാഗമൊക്കെ പൊട്ട് വീണിരിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ സജഷൻ പറഞ്ഞെന്നുള്ളൂ. ഈ കംപ്ലൈൻറ്റ് മാറാനായിട്ട് ഇത് ചെയ്യൊന്നും വേണ്ട. കാരണം പിന്നീടുള്ളൊരു തലവേദന ഒഴിവാക്കണമെങ്കിൽ നമുക്കിതൊന്ന് മാറ്റിയിടാണെങ്കിൽ പിന്നീട് ബെൽറ്റ് പൊട്ടി വഴി കിടക്കുന്ന കേസൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ വണ്ടി കൈ കുറയ്ക്കുമ്പോൾ ഓഫായി പോകണം. ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ ഓഫായി പോകുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് കാർബറേറ്ററിൻ്റെ ഭാഗം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നോക്കുമ്പോൾ ഇത് ഇവിടുത്തെ ഫ്ലാപ്പ് കട്ടായി പോയിട്ട് മൊത്തം ചെളിയും ചാണകമാണ് മൊത്തം അടിച്ച് ഉള്ളിലേക്ക് കയറിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാർബറേറ്റർ ഫുള്ളായിട്ട് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. അതിൻ്റെ ജെറ്റൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടാവും. അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്താലാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയതിന് ശേഷം കാർബറേറ്റർ ഒന്ന് അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഈ കണ്ടീഷനിലാണ് കൊണ്ടുപോയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള ഈ ചാണകം ചെളിയൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു ഫ്ലാപ്പ് സെറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അതുകൊണ്ടൊരു പരിഹാരമുള്ളൂ. കാരണം അതല്ലെങ്കിൽ വീണ്ടും നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വിടും, വീണ്ടും ചെളി ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറും. ഇതിൻ്റെ അടിയിലൂടെയൊക്കെ ബ്രീത്തിങ് നടക്കണതാണ്. കാർബറേറ്ററിലേക്കുള്ള ബ്രീത്തിങ് ഒക്കെ ഈ സൈഡിൽ നടക്കണതാണ്. അപ്പോൾ ഓൾറെഡി അത് കയറി വരികയും പിന്നീട് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഒന്ന് ഓപ്പണായിട്ടൊന്ന് അഴിച്ച് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. തന്നെയല്ല ഈ ചാണകമൊക്കെ ഇരിക്കുമ്പോൾ ചേസിൻ്റെ ഭാഗമൊക്കെ തുരുമ്പുണ്ടാവും. നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിയാൻ പറ്റില്ല. ഫുള്ളായിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ തുരുമ്പുണ്ടെങ്കിൽ കൈയോടെ പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താം. എസ്റ്റിമേറ്റ് നോക്കിയതിന് ശേഷം ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. എന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും അത് കൊടുക്കുള്ളൂ. കാരണം വാഷിംഗ് ഡേയ്സ് ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ചാണകം ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തുരുമ്പ് കയറും. തുരുമ്പ് കയറി ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റില്ല. ചേസിൻ്റെ ഭാഗം ഒടിഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ. അതേപോലെ തന്നെ ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാണകം അടിച്ച് കയറിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കൈയോടെ കഴുകി കളഞ്ഞ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫോർക്ക് തുരുമ്പിട്ട് ഒടിഞ്ഞ് പോകുന്നൊരു സിറ്റുവേഷനൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഞാനതിനകത്ത് ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഉൾപ്പെടുത്തുന്നുണ്ട്, ബെൽറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്, ഈ വന്ന വീൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് ക്ലച്ച് ഔട്ടർ പോളിഷ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഈ എയർ ഫിൽറ്റർ ഉൾപ്പെടുത്തുന്നുണ്ട്, അതേപോലെ തന്നെ പ്ലഗ് ഉൾപ്പെടുത്തുന്നുണ്ട്, കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നത്, അതിൻ്റെ സ്ലോ ജെറ്റ് കാർബറേറ്റർ ക്ലീനർ എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് പറയാം. പിന്നെ അതുപോലെ തന്നെ അഴിച്ച് കഴുകണതിൻ്റെ കോസ്റ്റും, അതായത് അഴിച്ച് കഴുകുമ്പോൾ നമ്മൾ ബോഡി വാഷ് ചെയ്യുമ്പോൾ നമുക്ക് 150 രൂപ നമുക്ക് ചിലവ് വരുള്ളൂ. പക്ഷേ അഴിച്ച് കഴുകുമ്പോൾ ഫുള്ളായിട്ട് അഴിച്ച് ബോഡി അഴിച്ച് കഴുകണമേ സ്വാഭാവികമായിട്ട് നമുക്ക് അതിന് ചാർജ് കൂടുതൽ വരാം. 300 രൂപ നമുക്ക് അതിന് എമൗണ്ട് വരും. നമ്മുടെ അടുത്തല്ല ചെയ്യണേ, പുറമെ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് ചെയ്യണം. അപ്പോൾ അവരുടെ എമൗണ്ടാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ജസ്റ്റ് ഞാൻ സജഷൻ പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാനതിൻ്റെ അതും കൂടി ഉൾപ്പെടുത്തുള്ള എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ വേണ്ടാത്ത എസ്റ്റിമേറ്റിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് പറയണേ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.